സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഉപഹർജിയിൽ വിശദമായ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കുമെന്ന് സുപ്രീംകോടതി. NSSന് അനുകൂലമായി നൽകിയ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഉപഹർജിയിൽ എതിർകക്ഷികൾ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കോടതിയുടെ നിർദ്ദേശം. സായ്കുമാറിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സായ്കുമാർ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ സെക്രട്ടേറിയറ്റ് മുന്നുണ്ടായ മതസാമുദായിക സംഘടനകളുടെ പ്രതിഷേധം കണ്ടതാണ്. അവർ പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യവും ഇതുതന്നെയായിരുന്നു, ഈ NSSന് അനുകൂലമായിട്ടുള്ള വിധി അവർക്കും ബാധകമാക്കണം എന്നുള്ള കാര്യം. ഇക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഉപഹർജി. ഇതിൽ വിശദമായ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും ശ്രുതി, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നൊരു വിഷയമാണ് ഈ ഭിന്നശേഷി സംവരണം എന്നുള്ളത്. NSSന് അനുകൂലമായി നൽകിയ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണം എന്ന ഒരു ഉപഹർജിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഈ ഉപഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് സുപ്രീം കോടതി ഇന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അതിൽ എതിർകക്ഷികൾക്ക് മറുപടി നൽകാൻ 4 ആഴ്ച കൂടി ഇപ്പോൾ സുപ്രീം കോടതി സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കോടതിയിലെടുത്തൊരു നിലപാട്, സുപ്രീം കോടതി വിധിയെ മറികടക്കാനാണ് സംസ്ഥാന സർക്കാരുകളും മാനേജ്മെന്റുകളും ശ്രമിക്കുന്നത് എന്ന ഒരു വിമർശനം കൂടി ഇന്ന് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ എടുക്കുകയും ചെയ്തു. അതിൽ അവർ ഭിന്നശേഷിക്കാരല്ലാത്ത അധ്യാപകരും സർക്കാരിന്റെ ഉപഹർജിയെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിര നിയമനം നേടേണ്ട മറ്റ് അധ്യാപകർ ഉപഹർജിയെ എന്തിന് എതിർക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വിശദമായിട്ടൊരു വാദം ഇന്ന് ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്തു. എന്തായാലും ഇനിയൊരു മറുപടി കൂടി ഈ വിഷയത്തിൽ സുപ്രീം കോടതി ആരാഞ്ഞിട്ടുണ്ട്. ആ 4 ആഴ്ചയ്ക്ക് ശേഷം കിട്ടുന്ന മറുപടിക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം. NSS നേടിയെടുത്ത നിയമപോരാട്ടത്തിലൂടെ നേടിയെടുത്ത ആ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി അനുകൂലമാക്കാൻ കഴിയുമോ എന്ന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുക. ശ്രുതി, സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.